അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു 10 വർഷം മുമ്പ് കേരളത്തിൽ നടന്നിരുന്ന ചില പ്രഭാഷണങ്ങളിൽ ചില ആളുകൾ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് 6 മാസമേ ആയുസ്സുള്ളൂ. 6 മാസത്തിന് ശേഷം ഈ കൂട്ടായ്മക്ക് കേരളത്തിൽ നിലനിൽപ്പുണ്ടാവുകയില്ല എന്നത് ആവർത്തിച്ച് പറഞ്ഞത് ഞാൻ ഈ സദസ്സ് കാണുമ്പോൾ ഓർത്തു പോവുകയാണ്. 6 മാസമല്ല, 60 മാസമല്ല, ഒരു 10 പതിറ്റാണ്ട് പിന്നിട്ടുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ കൂട്ടായ്മ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ കൈത്തിരി ഏറ്റെടുക്കാൻ കരുത്തുള്ള ഒരു കൂട്ടം യുവാക്കളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷത്തിൻ്റെ നിർവൃതിയിലാണ് ഞങ്ങൾ ഓരോരുത്തരുമുള്ളത്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്രയോ ദിവസങ്ങളായി ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ യുവാക്കളെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ, അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ഒരു തലമുറക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോഴുള്ളത്. നിലപാടുള്ളവർക്കേ ഇനിയുള്ള കാലത്ത് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. നിലപാടിലേക്കുള്ള വീണ്ടുവിചാരം 2 സമീപനങ്ങളിലേക്കാണ് നമ്മെ നയിച്ചു കൊണ്ടുപോവുക. അതിലൊന്ന്, താൽപ്പര്യ സംരക്ഷണത്തിനായി കോംപ്രമൈസ് ചെയ്യുക എന്നതാണ്. ചുറ്റുപാടിനനുസരിച്ച് ചാഞ്ചാടുക എന്നും നമുക്കതിനെ വിശേഷിപ്പിക്കാം. രണ്ടാമത്തേത്, സ്വന്തമായ ആദർശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയോടും പോരാടിക്കൊണ്ട് വിജയിക്കുക എന്നതാണ്. അങ്ങനെ നിലപാടെടുക്കുന്നവർക്ക് രാത്രിയും പകലും ഒരുപോലെയായിരിക്കും. ഇരുളോ വെളിച്ചമോ അവരുടെ പ്രവർത്തന ശൈലിയെ ഒരിക്കലും തന്നെ സ്വാധീനിക്കുകയില്ല. രഹസ്യമായും പരസ്യമായും അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരേ നിലവാരമായിരിക്കും ഉണ്ടാവുക. ഒളി ക്യാമറകൾക്ക് അവരുടെ വ്യക്തിത്വത്തിന് ഒരിക്കലും തന്നെ വിലയിടാനാവുകയില്ല. ഒരു കാര്യലാഭവുമില്ലാതെ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ആകത്തുകയാണ് അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത്. പാരിതോഷികങ്ങൾക്കോ ഭീഷണിക്കോ ഒരാളെ കീഴ്പ്പെടുത്താനാകുന്നില്ല എങ്കിൽ അയാളെയാണ് ഉദ്ദേശശുദ്ധിയുള്ള വ്യക്തി എന്ന് നാം വിളിക്കുന്നത്. അതുകൊണ്ട് ഈ യൂത്ത് കോൺഫറൻസിലെത്തിയ എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം നിലപാടുള്ളവരാവുക എന്നത് തന്നെയാണ്. താൽപ്പര്യങ്ങളുടെ തടവറകളിൽ നാം ഒരിക്കലും തളച്ചിടപ്പെടാൻ പാടില്ല. അന്ത്യനാളിൽ ഹൃദയത്തിലുള്ളതാണ് അള്ളാഹു പുറത്തെടുക്കുക എന്ന് പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഹുസ്സില മാ ഫിസ്സുദൂർ എന്ന ആയത്ത് നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. നിലപാടും താൽപ്പര്യങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്. കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും അറിയപ്പെടുന്ന നേതാവുമായ ഫാറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഒരു സമരത്തിന്റെ ഭാഗമായി കൊണ്ട് ആ വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അത് മനസ്സിലാവില്ല. പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം,
നമ്മൾ ഒന്നിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ ഈ ഇന്ത്യ രാജ്യത്ത് സാധ്യമല്ല എന്നതാണ്. ഇതാണ് ഇന്ന് നമുക്കും ഇന്ത്യ രാജ്യത്ത് നാം സ്വീകരിക്കേണ്ട ഒരു നിലപാടായി പറയാനുള്ളത്. എന്നാൽ ഈ ഘട്ടത്തിലും താല്പര്യത്തോടൊപ്പം നിൽക്കുന്നവരെ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കായിക താരങ്ങളും സെലിബ്രിറ്റികളും ചലച്ചിത്ര താരങ്ങളും മാധ്യമങ്ങളും ന്യായാധിപന്മാർ വരെ കുതിരക്കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് രാജ്യം നിലനിൽക്കണമെന്നല്ല അവരുടെ ആഗ്രഹം, അവരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് മാത്രമേയുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് മതനിരപേക്ഷ പ്ലാറ്റ്ഫോമിനെ ശക്തിപ്പെടുത്തുക മാത്രമാണ് പരിഹാരം. വോട്ട് ഭിന്നിപ്പിക്കാതിരിക്കുക, വിവിധ മതസമുദായങ്ങൾ തമ്മിൽ കൂടുതൽ സൗഹൃദം കാത്തുസൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ മറുപടി നൽകേണ്ടത്. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ലയിക്കാതെ ഓരോരുത്തരും അവരുടെ അസ്തിത്വത്തിൽ തന്നെ നിലകൊള്ളുമ്പോൾ മാത്രമേ പരസ്പരം സൗഹാർദ്ദത്തിന് തന്നെ ഒരു ഇടമുണ്ടാകുന്നുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. ഫാസിസത്തെ ഭയപ്പെട്ട് മതങ്ങൾ തമ്മിൽ എല്ലാം ലയിച്ചു തീരുകയല്ല ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഓരോ മതവും അതിൻ്റെ വ്യക്തിത്വവും അസ്തിത്വവും അഴിച്ചു വെക്കണമെന്നത് തന്നെയാണ് ഫാസിസം എന്നിവിടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഒരു ബഹുമത സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നതിന് ഉത്തമമായ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഉപദ്രവിക്കാത്തവരുമായി നല്ല ബന്ധത്തിൽ തന്നെ കഴിയണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്ന വിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായത്തിലെ 8-ാമത്തെ ആയത്ത് ഈ വിഷയത്തിലേക്ക് വെളിച്ചം നൽകുന്നതാണ്. നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളെ കൊല ചെയ്യാത്ത, നിങ്ങളോട് മാന്യമായി പെരുമാറുന്നവർക്ക് നിങ്ങൾ പുണ്യം ചെയ്തു കൊടുക്കണം, അവരോട് നീതിയോടുകൂടി നിങ്ങൾ വർത്തിക്കണം, അവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമ്പത്തികമായി ഞെരുങ്ങിയപ്പോൾ തന്റെ പടയങ്കി പണയം വെച്ചത് ഒരു ജൂതന്റെ അടുക്കലായിരുന്നു എന്ന കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതീവ രഹസ്യമായി ഹിജറ പോകുന്ന സമയത്ത് വഴിയറിയാൻ കൂടെ കൂട്ടിയത് അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന ഒരു അവിശ്വാസിയെ ആയിരുന്നുവെന്നത് ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകൻ നൽകുന്ന സന്ദേശം എന്താണ്? സാമ്പത്തികമായ തകർച്ചയിൽ മതം നോക്കാതെ സഹായിച്ചതാണ് ഇസ്ലാമിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് ഇറാഖിലേക്ക് ഒരു കത്തയക്കുന്നുണ്ട്. അവിടെ നസാറാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ജോലി ചെയ്യാൻ സാധിക്കാതെ ഫക്കീറായവന് ജിസിയ ഒഴിവാക്കി ബൈത്തുൽ മാലിൽ നിന്ന് സഹായിക്കണമെന്നതായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. അവിടെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുടെ മതവും ജാതിയും നോക്കിക്കൊണ്ടല്ല സഹായം നൽകാൻ വേണ്ടി പറഞ്ഞത്. ജൂത സ്ത്രീ നൽകിയ ഭക്ഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചിട്ടുണ്ട്. ആ ഭക്ഷണത്തിൽ വിഷമുണ്ടായിട്ട് പോലും അതിനുശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ജൂതന്മാരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ മതം നോക്കാതെ, അവരുടെ ജാതി നോക്കാതെ അവരെ സഹായിക്കണം, ഭക്ഷണം കൊടുക്കണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട് വിട്ടു പോകാൻ ഒരുങ്ങിയപ്പോൾ മുശ്രിക്കായ ഇബ്നു ദഗ്ന എന്ന് പറയുന്ന ദഗ്നയാണ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മതമനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ ഈ മുശ്രിക്കായ വ്യക്തിക്ക് അദ്ദേഹത്തോട് മതപരമായ വിഷയത്തിൽ വിയോജിപ്പുണ്ട് എങ്കിലും ഒരു നല്ല അയൽവാസി എന്ന നിലക്ക് താങ്കൾ എവിടെ നിന്ന് പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് തടുത്തു നിർത്തിയിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ സ്വീകരിച്ച ആ മതബോധമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മാത്രമല്ല, രാജ്യരക്ഷയുടെ കാര്യത്തിൽ മദീനയിൽ ജൂതന്മാരുമായി ഒരു കരാറുണ്ടാക്കിയത് നമുക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം,
എനിക്ക് എന്റെ മതം. എന്നാൽ മദീനയുടെ പുറത്തു നിന്ന് ആരെങ്കിലും നമ്മൾ ആക്രമിച്ചാൽ അവിടെ നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടുമെന്ന ആ കരാർ ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യത്തിൽ എല്ലാവരും ഓർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് വിവിധ മതങ്ങളെ നമുക്ക് ഒന്നിപ്പിക്കാൻ കഴിയുക? ഓരോ മതങ്ങളും അതിന്റെ വ്യക്തിത്വത്തിൽ നിലകൊള്ളുകയല്ലാതെ എല്ലാം ലയിച്ചൊന്നാവുക എന്നത് സാധ്യമല്ല. ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസവും ക്രൈസ്തവതയിലെ ത്രിയേകത്വവും മറ്റു മതങ്ങളിലെ ബഹുദൈവത്വവും ദൈവം തന്നെയില്ലെന്ന് വാദിക്കുന്ന നിരീശ്വരവാദവും എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുക? ഇസ്ലാമിലെ മരണാനന്തര ജീവിതവും മറ്റു മതങ്ങളിലെ പുനർജന്മ വിശ്വാസവും നിരീശ്വരവാദികളുടെ പുനരുദ്ധാന നിഷേധവും എങ്ങനെയാണ് നമുക്ക് ഒന്നിപ്പിക്കാനാവുക? ഓരോ കുഞ്ഞും പാപിയായിക്കൊണ്ടാണ് പിറന്നു വീഴുന്നത് എന്ന ക്രൈസ്തവ സങ്കല്പവും ശുദ്ധ പ്രകൃതിയോടെയാണ് സർവ മനുഷ്യരും ജനിക്കുന്നത് എന്ന ഇസ്ലാമിക വിശ്വാസത്തിലെ യാഥാർത്ഥ്യവും എങ്ങനെ നമുക്ക് ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയും? അപ്പോൾ നാം അറിയണം, അതിരുകൾ നിലനിർത്തിക്കൊണ്ടുള്ള സൗഹാർദ്ദമാണ് പ്രായോഗികവും സുതാര്യവും ആത്മാർത്ഥവുമായ ഒരു സൗഹാർദ്ദം എന്ന് പറയുന്നത്. അല്ലാത്തതെല്ലാം കാപ്പട്യവും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള മതസൗഹാർദ്ദങ്ങളുമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് മതത്തിന്റെ ചിഹ്നങ്ങളും എടുത്തണിയാമെന്നും ആ സമയത്ത് മനസ്സിൽ വിശ്വാസമില്ലാതിരുന്നാൽ മതിയെന്നുമാണ് ഇപ്പോൾ ചിലർ മതസൗഹാർദ്ദത്തിന്റെ പുതിയ വ്യാഖ്യാനമായി പ്രമാണങ്ങൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മതാചാരത്തിൽ പങ്കാളിയാകുമ്പോഴേക്ക് പൊളിഞ്ഞു പോകാൻ മാത്രം ഉറപ്പില്ലാത്തതാണോ നിങ്ങളുടെ ഈമാൻ എന്ന ചോദ്യം കൂടി അത്തരക്കാർ അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഏത് മതവിശ്വാസത്തിലും ഏത് ആചാരങ്ങളിലും കൂടി ഇടപഴകിയാലും ഒന്നും സംഭവിക്കില്ല, മനസ്സിലതില്ലാതിരുന്നാൽ മതി എന്ന ഒരു പരിപ്രേക്ഷ്യം പറഞ്ഞുകൊണ്ട് പുതിയൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു നിർവചനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള സൗഹാർദ്ദം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം അറിയുക, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ആരോട് താതാത്മ്യപ്പെട്ടുവോ നിങ്ങൾ അവരിൽപ്പെട്ടവരായി എന്നാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് നാം തിരിച്ചറിയണം. പള്ളിയിലെ നമസ്കാരം ക്ഷേത്രത്തിലെ പൂജ പള്ളിയിലും, രണ്ടിലും നടക്കുന്നത് ക്രിസ്ത്യൻ ചർച്ചുകളിലും നടത്തുന്നതിന്റെ പേരാണ് മതസൗഹാർദ്ദമെങ്കിൽ പിന്നെ ബാബരിയുടെ കാര്യത്തിൽ എന്തിനാണ് നാം വിലപിക്കേണ്ടത്? ഗ്യാൻവാബിയിൽ പൂജയെ എന്തിന് നമ്മൾ വിലക്കണം? ഇനി അവരുടെ ലിസ്റ്റിലുള്ള 3000 പള്ളികളുടെ കാര്യത്തിൽ എന്തിന് വേവലാതിപ്പെടണം? മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ ആരാധനാലയം, ഹൈന്ദവർക്ക് അവരുടെ ക്ഷേത്രം, ക്രിസ്ത്യാനികൾക്ക് അവരുടെ ചർച്ച്, അതിലോരോരുത്തരും സ്വൈരമായി സ്വസ്ഥമായി അവരുടെ ആരാധനകൾ നടത്തുക. എന്നാൽ മാനുഷികമായ വിഷയത്തിൽ, രാജ്യത്തിന്റെ വിഷയത്തിൽ, പൊതുപരമായ കാര്യത്തിൽ, സാമ്പത്തികമായ വിഷയങ്ങളിൽ എല്ലാവരും ചേർന്ന് നിൽക്കുക. മതം ഓരോരുത്തരും വ്യത്യസ്തമായി അവർ അനുഷ്ഠിക്കുക എന്നതാണ് ശരിയായ ക്രമീകരണം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഫാസിസ്റ്റ് കാലത്ത് മതേതര വോട്ട് ഭിന്നിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, എന്നാൽ ഈ കാലത്തും എന്തിനാണ് നിങ്ങൾ തൗഹീദും ശിർക്കും സുന്നത്തും ബിദ്അത്തും പറഞ്ഞ് തർക്കിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. തല പോകുന്ന കാലത്ത് തല തടവുന്നതിൽ തർക്കിക്കണോ എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നാം അറിയേണ്ട ഒരു കാര്യം, ന്യൂനപക്ഷമല്ല പ്രശ്നം, ന്യൂനതയാണ് പ്രശ്നമെന്ന് നാം തിരിച്ചറിയണം. തൗഹീദ് കൈവിട്ടാൽ അള്ളാഹു നമ്മളെ കൈവിടും. തൗഹീദ് ഉണ്ടെങ്കിൽ 3 കാര്യം അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിലൊന്ന് പ്രാതിനിധ്യമാണ്, ഈ നാട്ടിൽ സ്വൈരമായി ജീവിക്കുവാനുള്ള പ്രാതിനിധ്യമാണ്. മറ്റൊന്ന് നമ്മുടെ മതത്തിനുള്ള സ്വാധീനമാണ്. മൂന്നാമത്തേത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഭയത്തെ നിങ്ങൾക്ക് മാറ്റി നിർഭയത്വം പകരം നൽകാമെന്നതാണ്. 24-ാം അധ്യായം 55-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ഈ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യത്ത് കഴിയണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, അതിൽ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല എന്നതാണ് ആ കണ്ടീഷൻ. അതൊഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാവില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, മൻഹജിലുള്ള പിഴവ് ഗൗരവമായി നാം കാണേണ്ടതുണ്ട്.
എന്നാൽ മസ്അലയുടെ കാര്യത്തിൽ തർക്കിക്കാൻ പോകേണ്ടതുമില്ല. മൂന്നാമത്തെ കാര്യം ആദർശമാറ്റമാണ് ഏറ്റവും ഗൗരവമായ വിഷയം. നയം മാറ്റത്തെ നമ്മളാരും പ്രശ്നവൽക്കരിക്കാറില്ല. ഹറാമിനെ ഹലാലാക്കുന്നത് നയം മാറ്റമല്ല, അത് ആദർശമാറ്റമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഹലാലായ ഒരു കാര്യം അതിന്റെ ഈ ലോകം അവസാനിക്കുമ്പോഴും അത് ഹറാമായിരിക്കും. ഹറാമാണെന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യം ഒരു കാലഘട്ടത്തിലും അത് ഹലാലായി മാറുകയില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ വിമർശനത്തിന് വിധേയമാക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും ഇവിടെയുള്ള മതേതരത്വം അംഗീകരിക്കുന്നതും ഇവിടെ വോട്ട് ചെയ്യുന്നതും കുഞ്ചിക സ്ഥാനങ്ങളിൽ വരുന്നതും ഹറാമാണ്, അനുവദനീയമല്ല എന്ന് കൃത്യമായി പല രേഖകളിലായി എഴുതി വെക്കുകയും ഭരണഘടനയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്ത ശേഷം ഇപ്പോൾ ഇതാ 2019 അത് മാറ്റം വരുത്തിയിരിക്കുന്നു. അഥവാ ആ ഹറാമിനെ ഹലാലാക്കിയിരിക്കുന്നു. എന്നിട്ടതിന് നയം മാറ്റം എന്ന പേര് ചാർത്തുകയും ചെയ്തിരിക്കുന്നു. അവിടെയാണ് നമ്മൾ തിരുത്തു പറയുന്നത്, ഇത് നയം മാറ്റമല്ല, ഇത് ആദർശമാറ്റമാണ് എന്ന് കൃത്യമായി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നയം മാറ്റമല്ല നടത്തിയത്, ആദർശമാറ്റം തന്നെയാണ്. അവർ മുമ്പ് ഈ കാര്യത്തെ സംബന്ധിച്ച് എഴുതിയത് വായിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യം എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, നയം മാറ്റമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ നിങ്ങൾ ഒരിക്കലും തന്നെ കബളിപ്പിക്കുവാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഇത് ആദർശമാറ്റമാണെന്ന് സമ്മതിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുൻഗാമികൾ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് വരും എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇത് പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയകാല പണ്ഡിതന്മാരെ ലോകം തിരിയാത്തവരാണെന്നും അവർ കുളത്തിലെ തവളകളെ പോലെ ഉള്ള രീതിയിൽ മറ്റു കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളാണെന്ന് പറഞ്ഞ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് എന്തിനായിരുന്നുവെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ കാര്യം ചോദ്യം ചെയ്തത് കൊണ്ട് മാത്രമാണ്. അവരെങ്ങാനും ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ മർഹൂം കെ ഉമർ മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അവരോട് പോയി മാപ്പ് പറയേണ്ട സാഹചര്യം വരെ ഉണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം, മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള ആദർശ വിഷയങ്ങൾ പറയാതിരിക്കുകയല്ല, അത് ഗുണകാംക്ഷ നിലനിർത്തി പറയുകയാണ് വേണ്ടത് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. അഞ്ചാമത് തിരിച്ചറിയേണ്ടത്, മതപരമായ തർക്കം മതേതര വോട്ടുകളെ ഒരിക്കലും തന്നെ ഭിന്നിപ്പിക്കുകയില്ല. മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വ്യത്യസ്ത പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നതാണ് മതേതര വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമാവുക എന്ന ആ പോയിന്റ് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ പ്രത്യേകമായി ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന രീതി ഇവിടെയുള്ള ഒരു മുജാഹിദ് വിഭാഗവും സ്വീകരിക്കുന്നില്ല എന്നുകൂടി നാം തിരിച്ചറിയണം. അപ്പൊ തൗഹീദും ശിർക്കും പറഞ്ഞതിന്റെ പേരിൽ, സുന്നത്തും ബിദ്അത്തും പറഞ്ഞതിന്റെ പേരിൽ, ഇവിടെ പ്രസംഗിച്ചതിന്റെ പേരിൽ വോട്ട് ഭിന്നിക്കില്ല. രാത്രി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തും. പിറ്റേ ദിവസം ബൂത്തിലേക്ക് പോകുമ്പോ ഒരേ സ്ഥാനാർത്ഥിക്ക്, ഒരേ മതേതര വിശ്വാസികളായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാകാറില്ല. എന്നാൽ ഒരു പ്രദേശത്തുള്ള ആ വോട്ടിനെ ഓരോ മുസ്ലിം സംഘടനകളും പ്രത്യേക പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുമ്പോഴാണ് ആ വോട്ട് ഭിന്നിപ്പിക്കുന്നത്. ആ പണിയെടുക്കുകയും എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്ന ഈ ഒരു പ്രവണത ഇനിയെങ്കിലും പ്രബുദ്ധതയുള്ള ആളുകൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു കാര്യം. ചുരുക്കത്തിൽ, ഫാഷിസത്തിന്റെ കാലത്തും മുസ്ലിം സംഘടനകൾ ആദർശം വെടിഞ്ഞ് ലയിക്കുകയല്ല വേണ്ടത്, ഗുണകാംക്ഷയോടെ പരസ്പരം സംവദിച്ചുകൊണ്ട് തന്നെ പൊതുവിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്ന ആ സത്യം കേരള യൂത്ത് കോൺഫറൻസ് ഇവിടെ അജയ്യമായി പ്രഖ്യാപിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്തുണ്ടായ പ്രശ്നങ്ങളിലേക്ക് കണ്ണോടിച്ചാലും നിലപാടിനൊപ്പമാണ് ഈ കൂട്ടായ്മയിലുള്ളവർ നിലകൊണ്ടത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഒരു കാലത്തും താല്പര്യങ്ങളോടൊപ്പം ആരും നിന്നുകൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയി, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. അത് നിഷ്കളങ്കതയോടുകൂടി ചോദിക്കുന്ന ആളുകളാണ്. ഈ കേരള യൂത്ത് കോൺഫറൻസിന്റെ പ്രഭാഷണങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ടാവും, എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ തൗഹീദ് പറയുന്നത്, എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ സുന്നത്ത് വിശദീകരിക്കുന്നത്, എത്ര വ്യക്തമായിട്ടാണ്
ഇവിടെ മറ്റു ഇസങ്ങളുടെ അടിത്തറയെ ചോദ്യം ചെയ്യുന്നത്? പിന്നെ എന്തിനാണ് ഇവർ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പോയത്? അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ചില ആളുകൾ അതിൻ്റെ വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇവിടെ എല്ലാവരും അങ്ങനെ ഇറങ്ങിപ്പോയവരല്ല. കൃത്യമായി നോട്ടീസ് കൊടുത്ത് എഴുത്തു കൊടുത്ത് നിങ്ങൾ പുറത്തു നിൽക്കണം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾക്ക് ലെറ്റർ കൊടുത്ത് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ യുവജന സംഘടനയായ ISMനെയും MSMനെയും മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഞാൻ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സംഘടനയിൽ പ്രയാസങ്ങളുള്ള സമയത്ത് ISMന്റെ മുഖ്യ ഭാരവാഹിയായിരുന്നു. എനിക്ക് കത്ത് കിട്ടിയിട്ടാണ് അതിൽ പ്രവർത്തിക്കാൻ സാധ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായത്. പലരും ഫേസ്ബുക്കിലൂടെയൊക്കെ വന്ന് പറയാറുണ്ട്, കമൻറ്റുകളിൽ പറയാറുണ്ട്, നിങ്ങൾ പ്രസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയവരല്ലേ. ആ സഹോദരങ്ങളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങളാരും ഇറങ്ങിപ്പോയവരല്ല. ലെറ്റർ കിട്ടി, ഇതാ ഇതിൻ്റെ മിനിറ്റ്സും റെക്കോർഡുകളും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി പ്രവർത്തിക്കാൻ കാരണമായത്. മറ്റൊരു വിഭാഗം ഒരുപാട് പണ്ഡിതന്മാരെയും പ്രഭാഷകന്മാരെയും ഇതിൻ്റെ നട്ടെല്ലായ ഇതിൻ്റെ യുവജനങ്ങളെയും അതുപോലെ തന്നെ ഇതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തെയും ഒക്കെ മരവിപ്പിച്ച് നിർത്തിയത് കണ്ട് മനസ്സിൽ വേദനിച്ച് സ്വയം മാറി നിന്ന പ്രവർത്തകരും ഉണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റായ കാര്യമാണ്. ചില ആളുകൾ പിന്നെ കടത്തി ചോദിക്കാറുള്ളത്, നിങ്ങൾ ഈ സംഘടനയൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയല്ലേ എന്നും ചോദിക്കാറുണ്ട്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനിയാണ്. അദ്ദേഹം തേരാപ്പാര ഈ റോട്ടിലൂടെ നടക്കുന്ന ഒരാളായിരുന്നില്ല. എത്രയോ വർഷങ്ങളായി കുവൈത്തിൽ KKICയുടെ പ്രസിഡൻ്റായി നടന്നയാളാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുന്നിലും പിന്നിലും ഇവിടെയുള്ള കേരളത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഏതൊരു പള്ളിയെടുത്തു നോക്കിയാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിയർപ്പ് ഇല്ലാത്തത് കാണാൻ ചുരുക്കമായിരിക്കും. ഇതെല്ലാവർക്കും നന്നായിട്ടറിയാം. ഇവർക്കൊക്കെ ഒരു എക്സ്ട്രാ അധികാരം വേണം എന്ന് ആരാണ് പറയുക? ബഹുമാന്യനായ പറപ്പൂർ മൗലവി ഇതിന് എത്രയോ കാലം ഇതിൻ്റെ ദഅ്വ സെക്രട്ടറിയായി, ഇതിൻ്റെ KJUവിൻ്റെ ഭാരവാഹിയായി മുൻനിരയിലുണ്ടായിരുന്ന ആളാണ്. അധികാരം നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന ആ സ്ഥാനമാനങ്ങൾ ഉള്ളവരായിരുന്നു. ഇതിൻ്റെ സെക്രട്ടറി ഞാനാണ്. പ്രയാസങ്ങളുള്ള സമയത്ത് ഇതിൻ്റെ ISMൻ്റെ ഭാരവാഹിയായിരുന്നു, ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞങ്ങൾ. ഇതിൻ്റെ ട്രഷറർ സജ്ജാദാണ്. അദ്ദേഹം ആ സമയത്ത് അതിൻ്റെ ഭാരവാഹിയായിരുന്നു. ഭാരവാഹിത്വം മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായിരുന്നു ലക്ഷ്യമെങ്കിൽ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. അപ്പം അതൊന്നുമല്ല ഇവിടെ വിഷയം. അങ്ങനെ ഓരോരുത്തരെടുത്ത് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തിനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത് എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്, പ്രവാചകന്മാരഖിലവും പഠിപ്പിച്ച സച്ചരിതരായ സലഫുകൾ കൈമാറിത്തന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്ന നമ്മുടെ മുൻഗാമികളായ വക്കം മൗലവി, KM മൗലവി, P അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ, മുഹമ്മദ് അമാനി മൗലവി, PK മൂസ മൗലവി, KP മുഹമ്മദ് മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, K ഉമർ മൗലവി, K കുഞ്ഞീദ് മദനി, AP അബ്ദുൽ ഖാദർ മൗലവി, ഇങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇവരെല്ലാവരും നമ്മെ പഠിപ്പിച്ച തൗഹീദിന്റെ അടിത്തറ 2002 കാലഘട്ടങ്ങളിൽ മർക്കസുദ് ദഅ്വ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവർക്ക് പണ്ഡിതോചിതമായി നേതൃത്വം നൽകിയിരുന്ന A അബ്ദുസ്സലാം സുല്ലമി ആ തൗഹീദിന്റെ വിഷയങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം തൗഹീദിന്റെ ആ ആശയത്തിൽ വ്യതിയാനം വരുത്തണമെന്ന ബോധപൂർവം മുൻകൂട്ടി ആലോചിച്ച് ചെയ്തു എന്ന് നമ്മൾ ആരും ആരോപിക്കുന്നില്ല. കാരണം ഈ ദീനിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ഒരു പണ്ഡിതനാണ് അദ്ദേഹം. മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഈ നാടിന്റെ ഓരോ മുക്കുമൂലകളിലും പ്രഭാഷണം നടത്തി ചെരുപ്പില്ലാതെ വാഹനങ്ങളില്ലാതെ നടന്നുപോയ ഒരു വലിയ പണ്ഡിതൻ തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷെ മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റുപറ്റാം. അദ്ദേഹത്തിനൊരു തെറ്റുപറ്റി. ആ തെറ്റ് തൗഹീദിന്റെ വിഷയം വിശദീകരിക്കുന്നതിലാണ് പറ്റിയത്. അതുകൊണ്ട് തന്നെ ആ തെറ്റു പറ്റിയത് കൊണ്ട് തന്നെ ധാരാളം ഹദീസുകളെ നിഷേധിക്കേണ്ടുന്ന ഒരു സാഹചര്യവും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു.
ഈ 2011 വരെ ആ ഒരു വിഷയത്തിന് എതിരിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഇത് ശരിയല്ല, നിങ്ങളുടെ വ്യാഖ്യാനം ശരിയല്ല എന്ന കൃത്യമായ മറുപടി പറഞ്ഞു. എന്നാൽ ആ സമയത്ത് മർക്കസ് ദഅവ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുഹൃത്തുക്കൾ കേരള നദുവത്തുൽ മുജാഹിദീനിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി അതിന്റെ ജനറൽ സെക്രട്ടറിയായി മുന്നോട്ട് പോകുന്ന ആ സമയത്ത് മർക്കസ് ദഅവയിലുള്ള സുഹൃത്തുക്കൾ നാട് നീളെ പ്രസംഗിക്കുമ്പോൾ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് മൗലവി വിഭാഗം ജിന്ന് വിഭാഗമാണ് എന്ന്. എഴുതുമ്പോൾ ജന്നി വിഭാഗമാണെന്നും സംസാരത്തിൽ ജിന്നൂരികളാണ് എന്നും കളിയാക്കിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ പ്രസംഗിച്ചു നടന്നത് നിങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ടാകും. ഇത് ഏറ്റുപിടിച്ച യാഥാസ്ഥിക വിഭാഗത്തോടും മർക്കസ് ദഅവ വിഭാഗത്തോടും ശക്തമായി പ്രതിരോധിച്ച് പ്രസ്ഥാനം ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അന്നത്തെ ISM-ഉം MSM-ഉം അതിന്റെ മുന്നണി പോരാളികളായി കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നത് ആ കാലഘട്ടത്തിന് സാക്ഷിയായ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖുർആനിലെ ആയത്തുകൾ തിരുത്തണമെന്ന ഫാസിസ്റ്റ് വാദത്തിനെതിരെ ഖുർആൻ തിരുത്തണമെന്നോ എന്ന ക്യാമ്പയിൻ നമ്മൾ കൊണ്ടുവന്നു. ഇസ്ലാം വെളിച്ചമാണ്, ഇസ്ലാമിനെ അറിയുക, പ്രവാചകനെ അറിയുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ധാരാളം ക്യാമ്പയിനുകൾ ആ കാലഘട്ടത്തിൽ നമ്മൾ നടത്തി. അതുപോലെ ഇസ്ലാമിക് സെമിനാറുകൾ നടത്തി. തൗഹീദ് ഔന്നിത്യത്തിന്, വിജയത്തിന്, മതരാഷ്ട്രവാദം, തീവ്രവാദം ഇസ്ലാം, ആത്മീയത, മാനവികത ഇസ്ലാം, ഇങ്ങനെ തുടങ്ങിയ അകത്താമ്പുള്ള വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സെമിനാറുകൾ നടത്തി. അന്നത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ രജതരേഖയായിരുന്നു സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ആധുനിക സങ്കേതങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി സംഘടിപ്പിച്ച ഒരു ദൃശ്യ വിരുന്നായിരുന്നു അത്. സത്യമതത്തെ പരിചയപ്പെടാനുള്ള ഫലപ്രദമായ ഒരവസരമായി സാൽവേഷൻ മാറുകയുണ്ടായി. ഇസ്ലാമിന്റെ അനുയായികൾക്ക് തന്നെ പാരമ്പര്യമായി എത്തിച്ചേർന്ന മതം എത്രമേൽ അതുല്യമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള അമൂല്യമായ ഒരവസരമായിരുന്നു സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ബഹുമത സംഗമ ഭൂമിയായ ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാവുന്ന പ്രൗഢോജ്ജല സംരംഭമായി സാൽവേഷൻ തല ഉയർത്തി നിന്നത് ആ കാലഘട്ടത്തിൽ ഓർക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാകും. ഇങ്ങനെ ബഹുമുഖങ്ങളായ പ്രബോധന പരിപാടികൾ മുന്നോട്ട് പോയപ്പോ ഈ ജിന്നൂരി വിളി അവസാനിച്ചു. ജിന്ന് വിഭാഗം എന്ന ആക്ഷേപം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മർക്കസ് ദഅവയിലെ സഹോദരങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി. അപ്പോഴാണ് അവിടെ ഒരു സംഭാഷണങ്ങൾ നടക്കുന്നത്. CD ടവറിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, മർക്കസ് ദഅവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ പല ഘട്ടങ്ങളിലായി പരസ്പരം ഐക്യപ്പെടാനുള്ള ചർച്ചകൾ മുന്നോട്ട് വന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ആവശ്യമെങ്കിൽ പോകാവുന്നതാണ്. എന്താണ് അവരുമായി ഐക്യപ്പെടാൻ ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള കാരണം? അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. തൗഹീദിൽ മാറ്റം വരുത്തുകയും അതിന്റെ പേരിൽ കുറെ ഹദീസുകൾ നിഷേധിക്കേണ്ടി വരികയും ചെയ്തവരുമായി ഐക്യപ്പെടുന്നത് ആദർശപരമായി ദോഷം ചെയ്യുമെന്ന് അന്ന് കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരും KJUവിലുള്ള പണ്ഡിതന്മാരും ISM മൊത്തത്തിലും MSM മൊത്തത്തിലും നേതൃത്വത്തോട് ആവശ്യപ്പെടുന്ന രംഗങ്ങൾ ഉണ്ടായി. ഞങ്ങളൊക്കെ അതിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പല ഘട്ടങ്ങളിലായി അതിന്റെ ചർച്ചകളിൽ പങ്കെടുക്കുകയും ഈ പോക്ക് നമുക്ക് അപകടം ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തതാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഈ ശ്രമത്തിന് എതിര് നിന്നവരെ അത്രയും കാലം മർക്കസ് ദഅവക്കാർ എന്തൊരു ആരോപണമാണോ പറഞ്ഞിരുന്നത്, അതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പുറത്താക്കുന്ന, നേരത്തെ പറഞ്ഞ രീതിയിൽ നടപടിക്ക് വിധേയമാക്കുന്ന സംഗതിയാണ് 2012-13 കാലഘട്ടങ്ങളിൽ നമ്മൾ പിന്നീട് കണ്ടത്. പിന്നെന്താ സംഭവിച്ചത്? 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞതുപോലെ ഈ രണ്ട് വിഭാഗവും തമ്മിൽ ലയിക്കുന്നതാണ് കണ്ടത്. 2016 ഡിസംബർ 20 കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് രണ്ടു കൂട്ടരും ഐക്യപ്പെട്ടു. എന്തു മനസ്സിലായി? അതുവരെ ഐക്യപ്പെടാൻ തടസ്സമുണ്ടായിരുന്ന, ഐക്യത്തിനാരും എതിരല്ല, ആദർശപരമായി നേരത്തെ പറഞ്ഞ തൗഹീദിന്റെ വിഷയത്തിൽ, സുന്നത്തിന്റെ വിഷയത്തിൽ, ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ, ഇസ്ലാമികമായ അതിന്റെ മെത്തഡോളജിയുടെ കാര്യത്തിൽ, ഒട്ടനവധി കാര്യത്തിൽ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകൾ
അതൊന്നും പരിഹരിക്കാതെ യോജിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുക എന്ന ആ ഒരു നല്ല കാര്യം പറഞ്ഞതിന്റെ പേരിൽ അവരെ ഒഴിവാക്കി വിടുന്നതാണ് നമ്മൾ കണ്ടത്. എന്നിട്ടാണ് അവർ ലയിച്ചത്. അപ്പൊ അവർ ഐക്യപ്പെട്ടാൻ ശ്രമിച്ചത്. അന്നും നമ്മൾ പറഞ്ഞു, ആ ഐക്യം നടക്കുന്ന സമയത്തും കേരളത്തിൽ ഓരോ സ്ഥലത്തും നമ്മൾ ഇതുപോലെ പരിപാടികൾ വെച്ച് പറഞ്ഞു, ഐക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദർശം ഒന്നാകണമെന്ന്. പക്ഷെ അത് ചെവിക്കൊണ്ടില്ല. വീണ്ടും അത് ചെവിക്കൊള്ളാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഭിന്നിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ആ കടപ്പുറത്ത് വന്നതിൽ നിന്നൊരു വിഭാഗം ഞങ്ങൾ അതിൽ നിന്ന് വിട്ടുപോന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം സത്യമായിരുന്നു എന്ന് പുലരുകയായിരുന്നു. മർക്കസ് ദഅവക്കാർ ബുഖാരിയിലെ മുഴുവൻ ഹദീസും അംഗീകരിക്കേണ്ടതില്ല എന്ന ഒരവസ്ഥയിലേക്ക് വരെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 2024 ജനുവരി 2 ഇവിടെ നടന്ന ഒരു സംവാദത്തിൽ പറഞ്ഞത് ബുഖാരിയിലുള്ളത് മുഴുവൻ അംഗീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സിയോണിസമാണ് എന്ന് വരെ പറയുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം. ഇതുവരെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഉത്തരവാദപ്പെട്ടവരാരും തന്നെ അത് തിരുത്തിയിട്ടില്ല. ഇനി അവർക്ക് തിരുത്താൻ വേദികൾ കിട്ടുന്നുണ്ട്. ആ വേദിയിലെങ്കിലും അവർ തിരുത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. CD ടവറിലാകട്ടെ ഈ രണ്ട് ആശയമുള്ള ആളുകളുടെയും ഒരു സംഗമ ഭൂമിയായി അതിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുമുണ്ട്. അങ്ങനെ രണ്ടു കൂട്ടരും ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. എന്നാൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ യാതൊരു കലാപത്തിനും പോകാതെ നിയമത്തിന്റെ വഴി മാത്രമാണ് അതിന്റെ പ്രവർത്തകന്മാർ സ്വീകരിച്ചത്. പിന്നെ പ്രബോധന രംഗത്ത് ശക്തമായി മുന്നേറി പഴയ ആദർശത്തിൽ തന്നെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നു. പേരും ലെറ്റർ പേഡും സീലും അല്ല പ്രധാനപ്പെട്ടത്, ആദർശമാണ് വലുത് എന്ന് മനസ്സിലാക്കുന്നു. ആർക്കാണ് പിഴച്ചതെന്ന് അറിയാൻ യാഥാസ്ഥികരുമായി സംവാദങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഇടർച്ചയുണ്ടായത് ആർക്കാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. മൂവാറ്റുപുഴ സംവാദമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമായി നമ്മുടെ മുമ്പിലുണ്ട്. അഥവാ ശിർക്ക് ആരോപിച്ചവർ തന്നെ ശിർക്കിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ ആരെയും അങ്ങോട്ട് ശിർക്ക് ആരോപിക്കുന്നില്ല, വസ്തുതകൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അത് തിരുത്തണമെന്ന് സ്നേഹബുദ്ധിയ പറയുന്നുവെന്ന് മാത്രം, ഗുണകാംക്ഷ മാത്രമാണ് നമ്മൾക്കുള്ളത്. ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇന്ന് പലരും തെറ്റിദ്ധരിച്ചവരാണ്, ഈ കൂട്ടായ്മയെ തെറ്റിദ്ധരിച്ചവരാണ്. എല്ലാ മുജാഹിദ് വിഭാഗത്തിലും ഞങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ ഇപ്പോഴുമുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പറയുന്നുണ്ട് ഇവർ കുഴപ്പക്കാരല്ല എന്ന്. പിന്നെ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു? എന്താണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് കുഴപ്പമെന്ന് ചോദിച്ചാൽ, അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അതെവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതുവരെ ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെന്താ മറുപടി? ഇപ്പം അവരിത് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ്. കുറച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇപ്പോഴുള്ള നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു തലമുറ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ സാധ്യത ഉണ്ട് എന്ന ഒരു ക്യാമ്പയിനാണ് അവരുടെ ഉള്ളിലൂടെ അവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും തൗഹീദിനോടുള്ള സ്നേഹം കൊണ്ടാണ് പലരും ഇന്ന് തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നത്. ഇത് വസ്തുതയാണ് എന്ന് കരുതിയിട്ടാണ്. നേരത്തെ പറഞ്ഞത് എന്താ? 6 മാസം കൊണ്ട് ഇതൊന്നും അല്ലാതെയാകും. ഇവിടെ ജിന്ന് കേന്ദ്രങ്ങൾ തുടങ്ങും, ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാവും. ഇപ്പൊ 10 പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴും യഥാർത്ഥ തൗഹീദ് വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന ഒരു കൂട്ടായ്മയായി ഇത് തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ ഈ ആരോപണങ്ങൾ തികച്ചും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് ഇനി ആർക്കാണ് തിരിച്ചറിയാൻ കഴിയാത്തത്? പുലരാത്ത ഒരു രാത്രിയുമില്ല, തോരാത്ത ഒരു മഴയുമില്ല, പുറത്തു വരാത്ത ഒരു സത്യവുമില്ല. സത്യത്തെ ഒരു വേള നമുക്ക് മറച്ചു പിടിക്കാം, ഒരു വേള നമുക്ക് മൂടിവെക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ആ ഹക്കിനെ, ആ സത്യത്തെ ഒരാൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാലത്തത് പുറത്തു വരും. ചന്ദ്രനെ മറക്കുന്ന കാർമേഘങ്ങൾക്ക് അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാർമേഘങ്ങൾ നീങ്ങും, ചന്ദ്രൻ 14-ാം രാവ് ഉദിച്ചു വരുന്നത് പോലെ വെട്ടിത്തിളങ്ങി ഉദിച്ചു വരിക തന്നെ ചെയ്യും. അന്ന് നിലപാടുള്ളവരെല്ലാം ഒന്നിക്കും. താല്പര്യക്കാരെ കാലം പുറകോട്ട് തള്ളിമാറ്റുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിനും ഇവിടെ ഇടയില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ മുന്നിൽ വെക്കുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അത് മുന്നോട്ട് പോകുന്ന വഴി സച്ചരിതരുടെ അഥവാ സലഫുകളുടെ വഴിയാണ്. അതിന്റെ മുൻഗണനാക്രമം തൗഹീദും സുന്നത്തുമാണ്.
അത് പോരാടുന്നത് ശിർക്കിനും ബിദ്അത്തിനും മതനിരാസത്തിനും ലിബറൽ ചിന്തകൾക്കും എതിരെയാണ്. അത് ഉയർത്തിപ്പിടിക്കുന്നത് അഖ്ലാനിയത്തിനും അതിവാദത്തിനും മധ്യേയുള്ള വസതിയായ മാർഗമാണ്. അത് ബഹുമാനിക്കും. ലോകത്തുള്ള മുഴുവൻ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെയും അവരുടെ പ്രാമാണികമായ നിലപാടുകളെ അത് സ്വീകരിക്കും. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ രൂപം കൊണ്ട ഒരു ദർശനമാണ് ഇസ്ലാം എന്ന സങ്കുചിത മനോഭാവം അതൊരിക്കലും വെച്ചു പുലർത്തുകയില്ല. ഫത്വകളെ പ്രമാണമായി സ്വീകരിക്കില്ല. പ്രമാണം മനസ്സിലാക്കുവാനുള്ള ഒരു സഹായം മാത്രമാണ് ഫത്വകൾ എന്ന് പറയുന്നത്. അത് തിരിച്ചറിയുന്നു. ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിമിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നത് ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ പഠനങ്ങളിൽ നിന്നാകുമ്പോൾ കൂടുതൽ പ്രാമാണികതയും പ്രായോഗികതയും ഉണ്ടാകുമെന്ന കാര്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരിച്ചറിയുന്നുണ്ട്. അത് കാത്തുസൂക്ഷിക്കുന്നത് മനുഷ്യ സൗഹാർദ്ദവും സാമൂഹ്യ സുരക്ഷയുമാണ്. അത് നിർമാർജനം ചെയ്യുന്നത് ലഹരിയെയും കുത്തഴിഞ്ഞ പുരോഗമന നട്യങ്ങളെയുമാണ്. അത് മുറുകെ പിടിക്കുന്നത് തഖ്വയും ഇഖ്ലാസും സ്വബറുമാണ്. അത് മുന്നിൽ കാണുന്നത് എല്ലാ വിഭാഗം മനുഷ്യരെയുമാണ്. അത് ചേർത്ത് പിടിക്കുന്നത് രാജ്യത്തെ മുഴുവൻ പീഡിതരെയും അശരണരെയും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരെയും സാമ്പത്തികമായി തകർന്നവരെയുമാണ്. അത് വെറുക്കുന്നത് വർഗീയതയെയും വിഭാഗീയതയെയും കുറ്റകൃത്യങ്ങളെയുമാണ്. സഹോദരങ്ങളെ, ഇതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വഴി. നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാം, നമുക്കൊന്നിച്ചു മുന്നോട്ട് പോകാം. ഇതാ കേരള സക്കാത്ത് സെല്ല് ശക്തമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ സക്കാത്തിന്റെ വിഹിതം നൽകി എന്ന് ഉറപ്പുവരുത്തണം. എല്ലാ ശാഖകളിലും സക്കാത്ത് സെല്ലുകൾ ഉണ്ടാകണം. അതുമായി കേന്ദ്ര സക്കാത്ത് സെല്ലുമായി അത് ബന്ധിപ്പിക്കണം. അങ്ങനെ ഇവിടെയുള്ള പ്രയാസങ്ങൾ ഒപ്പാൻ നമ്മൾ കൂടെയുണ്ടാകണം. 40 വാരിക അതിന്റെ മുഖപത്രമാണ്. ആനുകാലികങ്ങൾ നിങ്ങൾക്കതിലൂടെ കാണാൻ സാധിക്കും. ഈ പ്രസ്ഥാനത്തെ അടുത്തറിയാൻ അതിന്റെ ഒരു കോപ്പി വാങ്ങുക. വാങ്ങിയ ആളുകൾ ആഴ്ചതോറും അത് വായിക്കാൻ ശ്രദ്ധിക്കുക. വിസ്ഡം ബുക്സ് 100 കണക്കിന് പുസ്തകങ്ങൾ ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓരോന്നും നിങ്ങൾ വാങ്ങി വെക്കണം. ഒരു തലക്കൽ നിന്ന് അത് വായിച്ചു തുടങ്ങണം. ഗ്രീൻ വാലിയും അതുപോലെ തന്നെ ജാമിയ അൽ ഹിന്ദും ഈ കൂട്ടായ്മയുടെ മുഖമുദ്രയായി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.